ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ടാരോട്ട് യൂണിവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയണം. അല്ലെങ്കിൽ അവരുടെ മുൻഗണനാ ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം, അവർക്ക് കുറേ ഇഷ്ടപ്പെട്ടവരുണ്ടാവും. അവർക്കപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ്, അത് നിങ്ങളെയാണോ, നിങ്ങളുടെ പ്രാമത്തെ സ്ഥാനമാണ് നിങ്ങൾക്കുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്ന കാർഡ് 2 of Swords ആണ്. നിങ്ങളൊരാളെ സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് വ്യക്തമല്ല. ആ വ്യക്തി ഒരു മിക്സഡ് ആയിട്ടുള്ള സിഗ്നൽസാണ് നിങ്ങളിലേക്ക് അയക്കുന്നത്. അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് നോക്കാം, ഈ ബന്ധത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനം എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത കാർഡ് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നു ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം താല്പര്യമുണ്ടെന്ന്. പക്ഷേ അവരുടെ ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്വപ്നം കാണുന്നവരായിരിക്കും. അതായത് അവരോരോ പ്രവൃത്തികൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആ പ്രവൃത്തികളിൽ സ്വപ്നം കാണുന്നവരായിരിക്കും അവർ. ചിലർ പറയില്ലേ, പ്രവൃത്തിയേക്കാൾ കൂടുതൽ പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ അവർ പ്രവൃത്തിയേക്കാൾ കൂടുതൽ സ്വപ്നം കാണുന്ന വ്യക്തികളാണ്. അവർക്ക് നല്ല കരുതലും പിന്തുണയും എല്ലാം ഉണ്ട്. എന്നാൽ പല സമയത്തും ഈ കരുതലും പിന്തുണയും എല്ലാം അതുപോലെ തന്നെ കുറയുന്നുമുണ്ട്. ഇതിപ്പോൾ എല്ലാവരും പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ആ വ്യക്തി എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള വിജയത്തിനും കംഫർട്ടായിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ആ വ്യക്തി എപ്പോഴും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള സക്സസ്സും, അതുപോലെ പുള്ളിക്ക് എപ്പോഴും ആ വ്യക്തിക്ക് എപ്പോഴും നല്ല കംഫർട്ടായിട്ട് ഇരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആ വ്യക്തിയുടെ കരിയറിൽ മുൻഗണന നൽകണോ അതോ ബന്ധത്തിന് പരിഗണന കൊടുക്കണോ എന്ന ടെൻഷനിലാണ് ആ വ്യക്തി ഇപ്പോൾ. അതായത് ഇവിടെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ആ വ്യക്തി ഒരു കൺഫ്യൂഷനിലുമാണ്. അതേസമയം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് അവരുടെ കരിയറിലാണോ മുൻഗണന കൊടുക്കേണ്ടത്, അതോ നിങ്ങളുടെ ഈ ബന്ധത്തിലാണോ മുൻഗണന തരേണ്ടത്, അങ്ങനെ ഒരു ചിന്തയും ഈ വ്യക്തിക്കുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സുപ്രധാന തീരുമാനം ഉണ്ടാകും. അപ്പോൾ രണ്ടുപേരും തീരുമാനത്തിലും പ്രണയത്തിന് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും മെയിൻ തീരുമാനമുണ്ട്, പക്ഷേ അവിടെ പ്രണയത്തിൽ സാധ്യതയുണ്ട്. നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണോ എന്നത് ഈ വ്യക്തി തീരുമാനമെടുക്കേണ്ടതാണ്. ഇനി നിങ്ങളുടെ പ്രണയത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി എത്രമാത്രം കാത്തിരിക്കണമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതായത് നിങ്ങൾ ക്ഷമയോടെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് നൽകിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് അവർ മനസ്സിലാക്കിയേക്കാം. അതുവഴി നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി തരാൻ തുടങ്ങും. കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള സ്പേസ്, അവർക്ക് ആവശ്യമായുള്ള സ്നേഹം, ഇതെല്ലാം കൊടുത്ത് നിങ്ങൾ അവരുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ അവർ മനസ്സിലാക്കും നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹം അവരോടുണ്ടെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അവർ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നിങ്ങൾക്ക് തരാൻ തുടങ്ങും. അത് അങ്ങനെ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് നിങ്ങൾക്കത് വളരെയധികം ഗുണം ചെയ്യും. കാരണം അവരുടെ ലൈഫിൽ ആ വ്യക്തിയുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഏതാണ് നമ്മുടെ സ്ഥാനം എന്നറിയാനാണല്ലോ നമ്മുടെ ആഗ്രഹം. അപ്പം അതിൽ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയായി. അപ്പം അത് അവർക്കും ഈ ബന്ധം ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അവരുടെ വികാരങ്ങൾ നിങ്ങളോട് കൂടുതൽ തുറന്നു പറയും, വളരെയധികം റൊമാൻറ്റിക്കായി മാറും. അതായത് ഈ ബന്ധം ഒരിക്കൽ ശരിക്കും സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം ഫസ്റ്റ് സ്ഥാനമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തി അവരുടെ വികാരങ്ങൾ നിങ്ങളോട് കൂടുതൽ തുറന്നു പറയും, വളരെയധികം റൊമാൻറ്റിക് ആവും. അപ്പോൾ ഈ ബന്ധം വളരെയധികം സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇപ്പോൾ ഈ റീഡിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ വ്യക്തിയുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ സ്ഥാനം എങ്ങനെ നിങ്ങൾക്ക് ഫസ്റ്റ് സ്ഥാനത്തിലേക്ക് എത്തണമെന്നും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളല്ല, നിങ്ങൾക്ക് അതിനനുസരിച്ച് ക്ഷമയോടെ എന്താണ് എന്നുള്ളത് ആലോചിച്ച് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.